എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ അടുത്ത പരീക്ഷ എന്ന് പറയുന്നത് NIOS +2 വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബിസിനസ് സ്റ്റഡീസ് ആണല്ലേ. അപ്പോൾ ബിസിനസ് സ്റ്റഡീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതായത് 2025 ഒക്ടോബർ മാസത്തിൽ നടന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ വിശകലനം ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ പുതിയ ബാച്ചിലേക്ക്, അതായത് 2027 ഏപ്രിൽ ബാച്ചിലേക്കുള്ള NIOS 10ാം ക്ലാസ് +2 കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് സയൻസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻസ് LB അക്കാദമി ഓൺലൈൻ ക്ലാസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 നമ്മുടെ LBയിലൂടെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സെക്ഷൻ A നിങ്ങൾക്കറിയാം MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. ഒരു ചോദ്യമുണ്ട്, 4 ഓപ്ഷൻസ് ഉണ്ട്, ശരിയായിട്ടുള്ള ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. നോക്കിക്കേ, to ensure that the advertisements made are true is the responsibility of business ടുവേഴ്സ് ഡാഷ്. എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്കറിയാം അഡ്വർടൈസ്മെൻറ്റ്സ് എന്ന് പറയുന്നത് അല്ലേ സത്യമാണെന്ന് ഉറപ്പാക്കേണ്ടത് ബിസിനസ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത് ആരുടെ ഉത്തരവാദിത്വമാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഒരു അഡ്വർടൈസ്മെൻ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് ട്രൂ ആണെന്ന് ഉറപ്പാക്കേണ്ടത് ആരാണ്? കൺസ്യൂമേഴ്സ് ആണല്ലേ. അപ്പോൾ ഓപ്ഷൻ D ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ചോദ്യം നോക്കിക്കേ, എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇറ്റ് മേക്സ് എ ബിസിനസ് ഹോണസ്റ്റ് ആൻഡ് റെസ്പോൺസിബിൾ. എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് ഒരു ബിസിനസ്സിനെ സത്യസന്ധവും ഉത്തരവാദിത്വമുള്ളതുമാക്കുന്നു. എന്ത്? ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് അല്ലേ. ഓപ്ഷൻ A ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഒരു ബിസിനസ്സിനെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു ബിസിനസ് ഹോണസ്റ്റ് ആണെന്നും റെസ്പോൺസിബിൾ ആണെന്നുള്ളതൊക്കെ തീരുമാനിക്കുന്ന എന്താണ്? ഒരു ബിസിനസ് എത്തിക്സിനകത്ത് വരുന്ന കാര്യമാണല്ലേ. അപ്പോൾ ഓപ്ഷൻ A ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യന്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, കാർബൺ മോണോക്സൈഡ് എമിറ്റഡ് ബൈ ഓട്ടോമൊബൈൽസ് മെയിൻലി കോൺട്രിബ്യൂട്ട്സ് ടു ഡാഷ്. എന്താ പറഞ്ഞിരിക്കുന്നത്? വാഹനങ്ങളിൽ നിന്നൊക്കെ അല്ലേ, അതായത് ഈ ഒരു വാഹനങ്ങളിൽ നിന്നൊക്കെ പുറന്തള്ളുന്ന കാർബൺ മോണോക്സൈഡ് അത് പ്രധാനമായിട്ടും എന്തിനാണ് കാരണമാകുന്നത്? നമുക്കറിയാം കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് എയർ പൊല്യൂഷനാണ് കാരണമാകുന്നത് അല്ലേ. ഓപ്ഷൻ B ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് എയർ പൊല്യൂഷന് കാരണമാകുന്നു. ഇനി അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, to abide by the laws of the nation is the social responsibility of the business towards. എന്താ അവിടെ പറഞ്ഞിട്ടുള്ളത്? അതായത് നമ്മുടെ നേഷൻ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ അല്ലെങ്കിൽ ലോസ് എന്ന് പറയുന്നത് പാലിക്കേണ്ടത് ബിസിനസ്സിനെ ആരെ സംബന്ധിച്ചിട്ടുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നമുക്കറിയാം ഗവൺമെൻറ് ആണല്ലേ. ഗവൺമെൻറ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, നമ്മുടെ നേഷൻ്റെ നിയമങ്ങൾ പാലിക്കേണ്ടതൊക്കെ ബിസിനസ്സിനെ ആരെ സംബന്ധിച്ചുള്ള സാമൂഹിക ഉത്തരവാദിത്വമായിട്ടാണ് വരുന്നത്? ഗവൺമെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഉത്തരവാദിത്വമായിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഓപ്ഷൻ C ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ബേസ്ഡ് ഓൺ ഡിവിഷൻ ഓഫ് ദ വേരിയസ് യൂണിറ്റ്സ് വിച്ച് ഓപ്പറേറ്റ് ഇൻഡിപെൻഡൻ്റ്ലി ഈസ് കോൾഡ് ഡാഷ് സ്ട്രക്ചർ. എന്താ പറഞ്ഞിട്ടുള്ളത്? അതായത് വിവിധ യൂണിറ്റുകളെ നമ്മൾ എന്താണ് സ്വതന്ത്രമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ആ ഒരു രീതിയിൽ വിഭജിക്കുന്നതിനെ അടിസ്ഥാനമാക്കിയുള്ള സംഘടനാ ഘടന, ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഡാഷ് എന്ന് വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കുന്നത്? ഡിവിഷണൽ സ്ട്രക്ചർ എന്നാണ് വിളിക്കുന്നത് അല്ലേ. ഓപ്ഷൻ B ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓർത്ത് വയ്ക്കുക, ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ബേസ്ഡ് ഓൺ ഡിവിഷൻ ഓഫ് ദ വേരിയസ് യൂണിറ്റ്സ് വിച്ച് ഓപ്പറേറ്റ് ഇൻഡിപെൻഡൻ്റ്ലി ഈസ് കോൾഡ് ഡിവിഷണൽ സ്ട്രക്ചർ. ഓർത്ത് വയ്ക്കുക. ഇനി അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. The conversion of data into a code so that it cannot be read by other users is called. അത് സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അതായത് ഡേറ്റയെ നമുക്ക് മറ്റുള്ളവർക്ക് വായിക്കാൻ കഴിയാത്ത തരത്തിൽ ഒരു കോഡിലേക്ക് നമ്മൾ മാറ്റുന്നുണ്ട്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് എൻക്രിപ്ഷൻ അല്ലേ. ഓപ്ഷൻ C ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഏഴാമത്തെ ചോദ്യം എന്താണ് പറഞ്ഞിട്ടുള്ളത്? ദ ഓപ്പോസിറ്റ് ഓഫ് ട്രഡീഷണൽ കൊമേഴ്സ് മോഡൽ ഓഫ് B2C ഈസ് കോൾഡ് ഡാഷ്. അതായത് B2C എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. B2C എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ് ടു കൺസ്യൂമർ എന്നാണ് വരുന്നത് അല്ലേ. B2Cയുടെ ഫുൾ ഫോം ബിസിനസ് ടു കൺസ്യൂമർ ആണ്. സോ ഈ ഒരു ബിസിനസ് ടു കൺസ്യൂമറിൻ്റെ ഓപ്പോസിറ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഏതാണ് അതിൻ്റെ വിപരീതം എന്ന് പറയുന്നത്? ഏതാണ്? C2B ആണ്. C2B ഏതാണ്? C2B. ഓപ്ഷൻ A ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് കേട്ടോ. C2B എന്ന് പറഞ്ഞാൽ എന്താണ്?
കൺസ്യൂമർ ടു ബിസിനസ് ആണ്. അപ്പോൾ ബിസിനസ് ടു കൺസ്യൂമറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ കൺസ്യൂമർ ടു ബിസിനസ്. ഓപ്ഷൻ എ ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ആക്ട് ഓഫ് പ്രൊട്ടക്റ്റിംഗ് ഇൻഫർമേഷൻ ബൈ ട്രാൻസ്ഫോമിംഗ് ഇൻ ടു ആൻ അൺറീഡബിൾ ഫോർമാറ്റ് ഈസ് കോൾഡ് ഡാഷ്. എന്താ പറഞ്ഞിട്ടുള്ളത്? അതായത് നമ്മുടെ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ വിവരങ്ങളെ നമുക്ക് വായിക്കാനായിട്ട് കഴിയാത്ത രൂപത്തിലേക്ക് മാറ്റി അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രവർത്തനത്തെ പറയുന്ന പേര് എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്? ക്രിപ്റ്റോഗ്രഫി ആണല്ലേ. ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓർത്ത് വെക്കുക, ദ ആക്ട് ഓഫ് പ്രൊട്ടക്റ്റിംഗ് ഇൻഫർമേഷൻ ബൈ ട്രാൻസ്ഫോമിംഗ് ഇൻ ടു ആൻ അൺറീഡബിൾ ഫോർമാറ്റ്. ഓർത്ത് വെക്കുക, എന്താണ് അൺറീഡബിൾ ഫോർമാറ്റ് ഈസ് കോൾഡ് ക്രിപ്റ്റോഗ്രഫി. ഓർത്ത് വെച്ചേക്കണം കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എൻക്രിപ്ഷൻ എന്താണ് എന്നുള്ളതും ക്രിപ്റ്റോഗ്രഫി എന്താണ് എന്നുള്ളതും ഒക്കെ കറക്റ്റായിട്ട് നോക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ ഇപ്രകാരം കൊടുത്തിരിക്കുന്നത്, ആഫ്റ്റർ സെയിൽ സർവീസ് ഈസ് വിച്ച് സ്റ്റേജ് ഇൻ ഓൺലൈൻ ട്രാൻസാക്ഷൻസ്. അതായത് ഓൺലൈൻ ട്രാൻസാക്ഷനിലൊക്കെ ഈ ഒരു സെയിൽ സർവീസസ് എന്ന് പറയുന്നത് ഏത് ഘട്ടത്തിലാണ് വരുന്നത് അല്ലെങ്കിൽ ഏത് സ്റ്റേജിലാണ് വരുന്നത് എന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത് കേട്ടോ. നമുക്കറിയാം ലാസ്റ്റിലാണ് അല്ലേ. ഓൺലൈൻ ട്രാൻസാക്ഷനിൽ ഈ പറഞ്ഞ വിൽപ്പാനന്തര സേവനം അല്ലെങ്കിൽ ആഫ്റ്റർ സെയിൽ സർവീസ് എന്ന് പറയുന്നത് ലാസ്റ്റാണ് വരുന്നത്. ഫസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത് എന്താണ്? ഓൺലൈൻ ഇടപാടുകൾ സാധാരണയായിട്ട് ഓർഡർ നൽകുന്നതിന് മുൻപുള്ളൊരു ഘട്ടം വരുന്നുണ്ട്. അതിനുശേഷം പർച്ചേസ് ഘട്ടം വരുന്നുണ്ട്. അതിനുശേഷമാണ് ഈ പറഞ്ഞ അല്ലെങ്കിൽ അതിൻ്റെ 3ാമത്തെ ഘട്ടം അവസാനമായിട്ട് വരുന്ന ഘട്ടമാണ് ഏത്? ആഫ്റ്റർ സെയിൽ സർവീസ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ 3 ഘട്ടം വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അതിൽ ലാസ്റ്റത്തെ ഘട്ടമാണ് ആഫ്റ്റർ സെയിൽ സർവീസ് എന്ന് പറയുന്നത്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ. 10ാമത്തെ ചോദ്യം ഇപ്രകാരമാണ്, ആൻ എക്സ്പ്രഷൻ യൂസ്ഡ് ആസ് എ ഡിസ്ക്ലെയിമർ എഗെയിൻസ്റ്റ് ക്ലർക്കൽ എറേഴ്സ് ഈസ് കോൾഡ് ഡാഷ്. അതായത് ക്ലർക്കൽ എറേഴ്സിനെ ഡിസ്ക്ലെയിമർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന എന്താണ് പദം അല്ലെങ്കിൽ ആ ഒരു പദം ഏതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. എക്സ്പ്രഷൻ ഏതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്? ഇ ആൻഡ് ഒ ഇ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇ ആൻഡ് ഒ ഇ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? എറേഴ്സ് ആൻഡ് ഒമിഷൻസ് എക്സ്പെക്റ്റഡ് എന്നാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമ്മുടെ മാത്സിലൊക്കെ എന്തെങ്കിലും മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള അവകാശം സ്ഥാപനത്തിനുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഇ ആൻഡ് ഒ ഇ എന്ന് പറയുന്നത്. ഓർത്ത് വെക്കുക, എറേഴ്സ് ആൻഡ് ഒമിഷൻസ് എക്സെപ്റ്റഡ് ഓർത്ത് വെക്കണം കേട്ടോ. ഇനി അടുത്തത് 11ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ദ പ്രൊവൈഡ് വാല്യുബിൾ ഇൻഫർമേഷൻ ടു ദ ഹോൾസെയിലേഴ്സ് അബൌട്ട് ചേഞ്ചസ് ഇൻ ടേസ്റ്റ്, ഫാഷൻ എറ്റ്സെട്ര ഓഫ് കൺസ്യൂമേഴ്സ്. അതായത് ഉപഭോക്താക്കളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ അല്ലേ, അതുപോലെ തന്നെ അവരുടെ ഫാഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഹോൾസെയിലേഴ്സ് അതായത് മൊത്ത കച്ചവടക്കാർക്ക് വിലപ്പെട്ട വിവരങ്ങൾക്ക് നൽകുന്നത് ആരാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് നിങ്ങൾക്ക് അറിയാം അതിൻ്റെ ആൻസർ ഏതാണ്? റീറ്റെയിലേഴ്സ് ആണ് അല്ലേ. അതായത് കസ്റ്റമേഴ്സിൽ നിന്നുള്ള അവരുടെ അവരുടെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ ഹോൾസെയിലേഴ്സിലേക്ക് എത്തിക്കുന്നത് റീറ്റെയിലേഴ്സ് ആണെന്നുള്ളത് അറിയാലോ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കി വയ്ക്കുക, റീറ്റെയിലേഴ്സ് ആണ് കൂടുതലായിട്ടും ഉപഭോക്താക്കളുമായിട്ട് നേരിട്ട് ഇടപെടുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു താല്പര്യങ്ങളും അല്ലെങ്കിൽ അവരിൽ ഫാഷനിൽ വരുന്ന മാറ്റങ്ങളും ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് അറിവുള്ള ആർക്കായിരിക്കും? റീറ്റെയിലേഴ്സിനായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ആ വിവരങ്ങൾ മൊത്ത കച്ചവടക്കാർ അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സിലേക്ക് എത്തിക്കുന്നതും ഈ റീറ്റെയിലേഴ്സ് ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ, ദോസ് ഹൂ ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ ദ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് സ്മോൾ ട്രേഡേഴ്സ് ആർ കോൾഡ് ഡാഷ്. നമുക്കറിയാം ഈ പ്രൊഡ്യൂസേഴ്സും അല്ലെങ്കിൽ വ്യാപാരികൾ അല്ലെ ട്രേഡേഴ്സും തമ്മിലുള്ള ഒരു കണ്ണിയായിട്ട് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഒരു ലിങ്ക് അവർ തമ്മിൽ ആ ഒരു ലിങ്കായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? നമുക്കറിയാം ഹോൾസെയിലേഴ്സ് ആണ് അല്ലേ. ഹോൾസെയിലേഴ്സ് ആണ് ഇവരുടെ ഇടയിൽ ഒരു ലിങ്കായിട്ടുള്ള രീതിയിൽ നിൽക്കുന്നത്. ആരുടെ ഇടയിൽ? നമ്മുടെ വിൽപ്പനക്കാർ അതായത് ഉൽപ്പാദിപ്പിക്കുന്ന ആളുടെയും സ്മോൾ ട്രേഡേഴ്സിൻ്റെ ഇടയിൽ മിഡിൽ മാൻ ആയിട്ടുള്ള രീതിയിൽ നിൽക്കുന്ന ആരാണ്? ഹോൾസെയിലേഴ്സ് ആണ് അല്ലേ, മൊത്ത കച്ചവടക്കാരാണ്. അപ്പോൾ അത് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. ഇനി അടുത്തവിടെ ചോദിച്ചിരിക്കുന്നത്
13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 13ാമത്തെ ചോദ്യം നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ 4PS ഓഫ് മാർക്കറ്റിംഗ്? അതായത് 4PS ഓഫ് മാർക്കറ്റിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത സാധനങ്ങൾ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. നമുക്കറിയാം പ്രൊഡക്റ്റ് ആയാലും പ്രൈസ് ആണെങ്കിലും പ്ലേസ് ആണെങ്കിലും എന്താണ് 4PS ഓഫ് മാർക്കറ്റിനകത്ത് ഇൻക്ലൂഡ് ആവുന്ന സാധനങ്ങളാണ്. സോ അതുകൊണ്ട് തന്നെ ആൻസർ എന്താ വരേണ്ടത്? ഓപ്ഷൻ സി പബ്ലിസിറ്റി ആണ് കേട്ടോ. 4PS ഓഫ് മാർക്കറ്റിങ്ങിൽ ഇൻക്ലൂഡ് ആവാത്ത സാധനം എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്, പബ്ലിസിറ്റി ആണ്. ബാക്കി എല്ലാ സാധനങ്ങളും, അതായത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ഒരു ഉൽപ്പന്നമായിക്കോട്ടെ, അല്ലെങ്കിൽ പ്രൈസ് വില ആയിക്കോട്ടെ, പ്ലേസ് സ്ഥലമായിക്കോട്ടെ, അതുപോലെ തന്നെ പ്രൊമോഷനും ഉണ്ട് കേട്ടോ. പ്രൊമോഷൻ ഇതെല്ലാം തന്നെ ഇതിനകത്ത് വരുന്നതാണ്, 4PS ഓഫ് മാർക്കറ്റിങ്ങിൽ വരുന്നതാണ്. സോ പബ്ലിസിറ്റി എന്ന് പറയുന്നത് പ്രൊമോഷൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അത് 4PS ഓഫ് മാർക്കറ്റിങ്ങിൽ ഇൻക്ലൂഡ് ആവുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ 4PS ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്തൊക്കെ വരുന്നുണ്ട്? പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ കേട്ടോ. പബ്ലിസിറ്റി ഇല്ല എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കണേ. ഇനി അടുത്തത് 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 14ാമത്തെ ചോദ്യം നോക്കിക്കേ. ദ ഫണ്ട്സ് വിച്ച് ആർ നോട്ട് പെയ്ഡ് ബാക്ക് വിത്തിൻ എ പീരീഡ് ഓഫ് 1 ഇയർ ആർ കോൾഡ് ആസ് ഡാഷ് സോഴ്സസ് ഓഫ് ഫൈനാൻസ്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു വർഷത്തിനുള്ളിൽ തിരിച്ചടയ്ക്കാനാകാത്ത ഫണ്ടുകളെ ഏത് തരത്തിലുള്ള സോഴ്സസ് ഓഫ് ഫൈനാൻസിലാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതിലാണ്? നമുക്കറിയാം ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അതായത് ബോത്ത് എ ആൻഡ് സി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. സോ അത് നമുക്ക് പറയാം എന്താണ് അതിൻ്റെ ആൻസർ, എന്തുകൊണ്ടാണ് ഈ ബോത്ത് എ ആൻഡ് സി വരാനായിട്ട് കാരണം? അതായത് ഒരു വർഷത്തിൽ കൂടുതൽ കാലാവധിയുള്ള എല്ലാ ഫണ്ടുകളും ഇല്ലേ, അതായത് ഇടക്കാലത്തേക്ക് വരുന്നുണ്ട്, ദീർഘകാലത്തേക്ക് വരുന്നുണ്ട് ഇല്ലേ, ഇങ്ങനെയുള്ളതൊക്കെ തന്നെ ഒരു വർഷത്തിനുള്ളിൽ തിരിച്ചടയ്ക്കേണ്ടതായിട്ട് വരുന്നില്ല. അതിനാൽ തന്നെ നമുക്കറിയാം ബോത്ത് എ ആൻഡ് സി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓർത്ത് വയ്ക്കുക, ഒരു വർഷത്തിനുള്ളിൽ തിരിച്ചടയ്ക്കാത്ത ഫണ്ടുകളെ ഏത് തരത്തിലുള്ള സോഴ്സ് ഓഫ് ഫൈനാൻസിലാണ് ഉൾപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് ആൻസർ ആയിട്ട് കൊടുക്കാം ബോത്ത് എ ആൻഡ് സി ആണ്. അതായത് ദീർഘകാലവും വരുന്നുണ്ട്, മീഡിയം ടൈം, ലോങ് ടൈമും മീഡിയം ടൈമുമാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. എ ആൻഡ് സി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അടുത്തത് 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കോൾഡ് പെർപെച്വൽ ഡിബഞ്ചേഴ്സ്? താഴെ തന്നിരിക്കുന്നതിൽ പെർപെച്വൽ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കേട്ടോ. അവിടെ ആൻസർ ഏതാ വരേണ്ടത്? ഓപ്ഷൻ ബി ആണ് അല്ലേ. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇറിഡീമബിൾ ഡെബഞ്ചർ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. എന്തുകൊണ്ടാണ് ഈ ഓപ്ഷൻ ബി വരാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്? പെർപെച്വൽ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? അവസാനമില്ലാത്തത് എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത് അല്ലേ. അപ്പോൾ ഇറിഡീമബിൾ ഡെബഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള തിരിച്ചടവ് കാലാവധി അല്ലെങ്കിൽ മെച്യൂരിറ്റി ഡേറ്റ് ഇല്ലാത്തതിനാൽ തന്നെ അവയെ നമുക്ക് എന്താണ് പെർപെച്വൽ ഡെബഞ്ചേഴ്സിനകത്ത് ഉൾപ്പെടുത്താവുന്നതാണ്. സോ അതുകൊണ്ട് ഇറിഡീമബിൾ ഡെബഞ്ചർ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. ഓർത്ത് വെക്കുക, എന്തുകൊണ്ടാണ്? കൃത്യമായിട്ടുള്ള തിരിച്ചടവ് കാലാവധി അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു മെച്യൂരിറ്റി ഡേറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു ഇറിഡീമബിൾ ഡെബഞ്ചർ പെർപെച്വൽ ഡിബെഞ്ചർ ആകാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഫ്ലക്ച്വേറ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ. അതായത് ഇതിനെ നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നു. എന്താണ്? ഏതിനെയാണ്? വേരിയബിൾ വർക്കാണ് അല്ലേ. അതായത് ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ഓർത്ത് വെച്ചോണേ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ബിസിനസ് ആവശ്യങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വേരിയബിൾ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോ അതുകൊണ്ട് വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ ആയാലും ഫ്ലക്ച്വേറ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിലും ഒന്ന് തന്നെയാണ്. ബിസിനസ് ആവശ്യങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് അല്ലെങ്കിൽ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി അടുത്തത് 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇറ്റ് ഡീൽസ് വിത്ത് ഫ്രെയിമിംഗ് ഓഫ് ഫൈനാൻഷ്യൽ പോളിസീസ് ഇൻ റിലേഷൻ ടു പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഫണ്ട്സ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ദീസ് ഫണ്ട്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഫണ്ട്സ് ഓഫ് എ ബിസിനസ് എൻ്റർപ്രൈസ് ടു അച്ചീവ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. എന്താ പറഞ്ഞിട്ടുള്ളത്? അതായത് ഒരു ബിസിനസ് എൻ്റർപ്രൈസിൻ്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായിട്ട് ഫണ്ടുകൾ സമാഹരിക്കുന്നതിനും അതുപോലെ തന്നെ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിക്ഷേപിക്കുന്നതിനും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഫണ്ട്സ് അല്ലെ, ഫണ്ടുകളൊക്കെ കൈകാര്യം ചെയ്യുന്നതിനുമായിട്ടുള്ള ആ ഒരു ഫൈനാൻഷ്യൽ പോളിസീസ്
പോളിസീസ് അല്ലെങ്കിൽ സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? നമുക്കറിയാം ഓപ്ഷൻ എ ആണല്ലേ, ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. സോ ഫണ്ടുകളുടെ സമാഹരണം, നിക്ഷേപം, അതുപോലെ തന്നെ അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, ഇങ്ങനെയുള്ള എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഒരു ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു സാമ്പത്തിക മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്തത് 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. The financial decision that is concerned with the procurement of funds is called dash. അതായത് ഫണ്ടുകൾ സമാഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട ആ ഒരു ഫൈനാൻഷ്യൽ ഡിസിഷനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഫൈനാൻസിങ് ഡിസിഷൻ എന്നാണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ സി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, ഇനി അടുത്തത് 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ആക്റ്റീവ് പ്രോസസ് ഓഫ് എൻട്രസ്റ്റ്മെൻറ്റ് ഓഫ് എ പാർട്ട് ഓഫ് വർക്ക് ഓർ റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി ടു അനദർ ആൻഡ് ദ ക്രിയേഷൻ ഓഫ് അക്കൗണ്ടബിലിറ്റി ഫോർ പെർഫോമൻസ് ഈസ് കോൾഡ് ഡാഷ്. അതായത് നമ്മുടെ ജോലിയുടേതോ അല്ലെങ്കിൽ ഉത്തരവാദിത്വത്തിൻ്റെയോ അധികാരത്തിൻ്റെയോ ഒരു ഭാഗം മറ്റൊരാൾക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നതും പ്രവർത്തനത്തിന് ഉത്തരവാദിത്വം സൃഷ്ടിക്കുന്നതുമായിട്ടുള്ള ആ ഒരു പ്രക്രിയയെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഡെലിഗേഷൻ ആണ് അല്ലേ. നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഡെലിഗേഷൻ. ഓപ്ഷൻ ബി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ടു ദ ആക്റ്റീവ് പ്രോസസ് ഓഫ് എൻട്രസ്റ്റ്മെൻറ്റ് ഓഫ് എ പാർട്ട് ഓഫ് വർക്ക് ഓർ റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി ടു അനദർ ആൻഡ് ദ ക്രിയേഷൻ ഓഫ് അക്കൗണ്ടബിലിറ്റി ഫോർ പെർഫോമൻസ് ഈസ് കോൾഡ് ഡെലിഗേഷൻ. ഡെലിഗേഷൻ എന്താണെന്നുള്ളത് പഠിച്ചു വെച്ചോണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരു മാനേജർ തൻ്റെ അധികാരത്തിൻ്റെ ഒരു ഭാഗം കീഴ് ജീവനക്കാർക്ക് നൽകുകയും അവർക്ക് ഉത്തരവാദിത്വങ്ങളൊക്കെ അല്ലെങ്കിൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസൊക്കെ നൽകുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡെലിഗേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്ലിയർ ആണല്ലോ. സോ ഡെലിഗേഷൻ എന്താണെന്നുള്ളത് പഠിച്ചു വയ്ക്കുക. അടുത്തത് MCQയിൽ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അവസാനത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 20ാമത്തെ ചോദ്യം നോക്കിക്കേ. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ ആക്ടിവിറ്റീസ് ടു ബി പെർഫോംഡ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോസസ്സ്. താഴെ കുറച്ച് പ്രോസസ്സുകളുടെ പേരുകൾ തന്നിട്ടുണ്ട്. സോ ഇതിനകത്ത് എന്താണ് നമ്മൾ നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങളെ തിരിച്ചറിയുന്ന അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഏത് പ്രോസസ്സിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഏതാണ്? ഓർഗനൈസിങ് ആണ്. ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓർഗനൈസിങ് എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ ഭാഗമാണ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ ആക്ടിവിറ്റീസ് ടു ബി പെർഫോംഡ് എന്ന് പറയുന്ന ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഇതിലാണ് ഇൻക്ലൂഡ് ആക്കിയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഓർഗനൈസിങ് അല്ലെങ്കിൽ സംഘടനം എന്ന് പറയുന്നത് ഒരു സംഘടനാ പ്രവർത്തനത്തിലെ ആദ്യഘട്ട ജോലികളെ തിരിച്ചറിയുകയും അതുപോലെ തന്നെ വർഗീകരിക്കുകയും ചെയ്യുക എന്നതുള്ളതാണ്. സോ അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത നമ്മൾ സെക്ഷൻ ബിയിലേക്ക് കിടക്കുകയാണ് കേട്ടോ. നോക്കിക്കേ. നെയിം ദ ഓർഗനൈസേഷണൽ കോൺസെപ്റ്റ്സ് റെഫേർഡ് ഇൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സുകൾ തന്നിട്ടുണ്ട്, അത് വായിച്ച് നോക്കിയിട്ട് അതിൻ്റെ കറക്റ്റ് ആൻസർ അവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, ഫസ്റ്റ് തന്നെ ദ ഫ്രെയിം വർക്ക് വിത്തിൻ വിച്ച് മാനേജറിയൽ ആൻഡ് ഓപ്പറേറ്റിംഗ് ടാസ്ക് ആർ പെർഫോംഡ്. അതായത് മാനേജറിയൽ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ജോലികളൊക്കെ നിർവഹിക്കപ്പെടുന്ന ആ ഒരു ഫ്രെയിം വർക്കിനെ പറയുന്ന പേരെന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ് കേട്ടോ. ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓർത്ത് വയ്ക്കണേ. സ്ട്രക്ചർ കേട്ടോ. CTURE. ഓക്കെ, ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് അവിടെ വരേണ്ടത്. ഓർത്ത് വെക്കുക. ദ ഫ്രെയിം വർക്ക് വിത്തിൻ വിച്ച് മാനേജറിയൽ ആൻഡ് ഓപ്പറേറ്റിംഗ് ടാസ്ക് ആർ പെർഫോം ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഇനി അടുത്തവിടെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യന് എ സിസ്റ്റമാറ്റിക് എഫോർട്ട് ടു ഡെലിഗേറ്റ് അതോറിറ്റി ടു ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ഇൻ ഓൾ ഡിപ്പാർട്ട്മെൻറ്റ്സ്. അതായത് മാനേജ്മെൻറ്റിൻ്റെ എല്ലാ തലങ്ങളിലും അല്ലെങ്കിൽ എല്ലാ വകുപ്പുകളിലൊക്കെ അധികാരം കൈമാറാനുള്ള ആ ഒരു സിസ്റ്റമാറ്റിക് എഫോർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഡീസെൻട്രലൈസേഷൻ ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? ഡീസെൻട്രലൈസേഷൻ എന്നുള്ളതാണ് കേട്ടോ. DECENTRALIZATION. ഡീസെൻട്രലൈസേഷൻ, അതാണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓർത്ത് വെച്ചോണേ. ഇനി അടുത്തടുത്ത് തന്നിരിക്കുന്നത് ഗിവ് വൺ വേർഡ് ആൻസർ വിത്ത് റെസ്പെക്ട് ടു ടൈപ്സ് ഓഫ് പ്ലാന്റ്സ്. താഴെ തന്നിരിക്കുന്നതിനകത്തുനിന്ന് നമുക്ക് വൺ വേർഡിൽ ആൻസർ അങ്ങ് കൊടുത്താൽ മതി. നോക്കിക്കേ. ദീസ് ക്ലിയർലി ഇൻഡിക്കേറ്റ് വാട്ട് ഈസ് ടു ബി ഡൺ ആൻഡ് വാട്ട് ഈസ് നോട്ട് ടു ബി ഡൺ ഇൻ എ ഗിവൺ സിറ്റുവേഷൻ. അതായത് ഒരു സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് ഇത് വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നതാണ് എന്ത്? റൂൾ എന്ന് പറയുന്നത് അല്ലേ. ഇനി അടുത്തത് എ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഗൈഡ്സ് ഡിസിഷൻ മേക്കിംഗ്. ഏതാണ്? തീരുമാനങ്ങൾ എടുക്കാൻ മാർഗനിർദ്ദേശം നൽകുന്ന
ഒരു പൊതുവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഏത് പോളിസി എന്ന് പറയുന്നത്. നയം എന്ന് മലയാളത്തിൽ പറയും അല്ലേ, പോളിസി. ഇനി അടുത്തത് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ആണ്, വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ടു എൻഷുവർ സേഫ്റ്റി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ടുവേഴ്സ് ഇറ്റ്സ് ഡാഷ്. നിക്ഷേപത്തിൻ്റെ അതായത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആ ഒരു സേഫ്റ്റി എന്ന് പറയുന്നത് ഉറപ്പാക്കുക, അല്ലെങ്കിൽ നിക്ഷേപത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കുക എന്നത് ബിസിനസ്സിലെ ആരുടെ ഉത്തരവാദിത്വത്തിനകത്ത് വരുന്ന കാര്യമാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഷെയർ ഹോൾഡേഴ്സ് കേട്ടോ, ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഓണേഴ്സ് വരും കേട്ടോ. ആ ഒരു റെസ്പോൺസിബിലിറ്റിക്കകത്ത് വരുന്നതാണ് ഇത് കേട്ടോ. OWNERS. ഓക്കെ, ഓണേഴ്സ്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ടു ഡെവലപ്പ് സെൻസ് ഓഫ് ബിലോങ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ടുവേഴ്സ് ഇറ്റ്സ്. അതായത് എന്താണ് ഉടമസ്ഥതാബോധം എന്ന് പറയുന്നത് വളർത്തുക എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ആരുടെ ഉത്തരവാദിത്വമാണെന്നുള്ളതാണ്. അത് ഏതിനകത്ത് വരുന്നതാണ്? എംപ്ലോയീസിനകത്ത് വരുന്നതാണ് കേട്ടോ, എംപ്ലോയീസ്. അപ്പോൾ നമുക്ക് പഠിക്കാനായിട്ടുള്ളതാണ് റെസ്പോൺസിബിലിറ്റീസ്. അതെല്ലാം പഠിച്ചു വെച്ചോണം, എങ്കിലും നമുക്ക് ഇതിന് ആൻസർ കൊടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം തന്നെ പഠിച്ചു വയ്ക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതെ. ഇനി അടുത്തത് 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 24ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? പ്രസ്താവന തന്നിട്ടുണ്ട്, അത് ശരിയാണോ തെറ്റാണോ എന്ന് മാത്രം നമ്മൾ എഴുതി കൊടുത്താൽ മതി. ഓക്കെ. First question, the interaction between the business and its environment helps in identifying opportunities and threats to the business. അതായത് ബിസിനസ്സും അതിൻ്റെ ചുറ്റുപാടുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ എന്താണ് ബിസിനസ്സിന് ലഭിക്കുന്ന അവസരങ്ങളോ അല്ലെങ്കിൽ അത് നേരിടേണ്ടി വരുന്ന ഭീഷണികളൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കുന്നുണ്ടെന്ന്. ശരിയാണോ? ശരിയാണ് അല്ലേ, ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ, അപ്പോൾ അത് ട്രൂ ആണ്. ഇനി അടുത്തത് എൻവയോൺമെൻറ്റൽ അണ്ടർസ്റ്റാൻഡിങ് ഡസ് നോട്ട് ഹെൽപ്പ് ദ ബിസിനസ് ഓർഗനൈസേഷൻസ് ഇൻ ഇംപ്രൂവിങ് ദെയർ ഇമേജസ്. അതായത് ഈ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ചുറ്റുപാടുകളെക്കുറിച്ചൊക്കെയുള്ള അറിവ് ബിസിനസ് സ്ഥാപനങ്ങളുടെ ഇമേജ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഒരു ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം ചുറ്റുപാടുകളെക്കുറിച്ചുള്ള അറിവെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു എൻവയോൺമെൻറ്റൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സമൂഹത്തിൽ നല്ലൊരു പേരുണ്ടാക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും സഹായിക്കുന്ന ഒന്നാണ്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും സഹായിക്കാൻ പറ്റാത്ത ഒരു സംഭവം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. 25ാമത്തെ ക്വസ്റ്റ്യൻ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒന്ന് നോക്കിക്കേ. ഡാഷ് കൺസിസ്റ്റ് ഓഫ് ഷെയർ പ്രീമിയം പ്ലസ് ഫ്രീ റിസർവ്സ് പ്ലസ് സർപ്ലസ് പ്രോഫിറ്റ്സ് പ്ലസ് ഡിസ്ക്രിഷണറി പ്രൊവിഷൻസ് ഫോർ കണ്ടിൻജൻസി പ്ലസ് ഡെവലപ്മെൻറ്റ് റിബേറ്റ് റിസർവ്. അതായത് ഇന്നതിനകത്ത് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഉൾപ്പെടുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഷെയർ പ്രീമിയം ആയിക്കോട്ടെ, ഫ്രീ റിസർവ്സ് ആയിക്കോട്ടെ, സർപ്ലസ് പ്രോഫിറ്റ് ആയിക്കോട്ടെ, ഡിസ്ക്രിഷണറി പ്രൊവിഷൻസ് ഫോർ കണ്ടിൻജൻസി ആയിക്കോട്ടെ, ഡെവലപ്മെൻറ്റ് റിബേറ്റ് റിസർവ്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. ഏതിൽ? നെറ്റ്വർത്തിലാണ് കേട്ടോ. നെറ്റ്വർത്ത് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി എന്ന് കൊടുത്താലും ശരിയായിട്ടുള്ള ഉത്തരം തന്നെയാണ്. ഇനി അതേപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ഡാഷ് റെഫേഴ്സ് ടു മണി പുട്ട് ഇൻ ദ ബിസിനസ് ആൻഡ് ഓൺ ബൈ ദ ഷെയർ ഹോൾഡേഴ്സ്. അതായത് ഡാഷ് എന്നതിനകത്ത് ബിസിനസ്സിൽ നിക്ഷേപിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ ഓഹരി ഉടമകളുടെ ഉടമസ്ഥതയിലൊക്കെ ഉള്ളതായിട്ടുള്ള പണത്തെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഇതിനകത്ത് വരുന്നത് ഷെയർ ക്യാപിറ്റൽ അല്ലേ, അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് കൊടുത്താലും ശരിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ വരേണ്ടത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. 26ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നമ്മുടെ ട്രൂ ഓർ ഫോൾസ് ആണ് കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, ശരിയാണോ തെറ്റാണോ എന്ന് മാത്രം അവിടെ പറഞ്ഞാൽ മതി. ഫൈനാൻഷ്യൽ ലെവറേജ് റെഫേഴ്സ് ടു ദ എമൗണ്ട് ഓഫ് ഡെപ്റ്റ് ഇൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ദ ബിസിനസ് ഫേം. അതായത് ഒരു ഫൈനാൻഷ്യൽ ലെവറേജ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ മൂലധന ഘടനയിലുള്ള ഡെപ്റ്റിൻ്റെ അളവിനെ സൂചിപ്പിക്കുന്നു എന്ന്. ശരിയാണോ? ശരിയാണ് അല്ലേ, ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണത് അല്ലേ. ഇനി രണ്ടാമത്തെ ഫിക്സഡ് ക്യാപിറ്റൽ ഈസ് യൂസ് ടു അക്വയർ നോൺ കറൻറ്റ് അസറ്റ്. അതൊരു ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നോൺ കറൻറ്റ് അസറ്റ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണെന്ന്. അത് ശരിയാണോ? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. ഒരു ഫിക്സഡ് ക്യാപിറ്റൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ലാൻഡ്, ബിൽഡിങ് അല്ലേ, മെഷീനറി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് സ്ഥിര ആസ്തികളാണ് ഇവയെല്ലാം അല്ലേ. അപ്പോൾ സ്ഥിരമായിട്ടുള്ള ആസ്തികളായിട്ടുള്ള ലാൻഡ്, ബിൽഡിങ്, മെഷീനറി ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങാനാണ് നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നത്. സോ അതും എന്താണ്? ട്രൂ ആണ് അല്ലേ, ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ നമുക്ക് പറയാം നോൺ കറൻറ്റ് അസറ്റ്സ് അക്വയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഫിക്സഡ് ക്യാപിറ്റൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്ത 27ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദേ ആർ ദ ഓണേഴ്സ് ഓഫ് ദ കമ്പനി. ആരാണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ് കേട്ടോ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അടുത്ത പ്രിഫറൻസ് ഷെയർസ് വിത്ത് ഫിക്സഡ് ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി. ഫിക്സഡ് ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി വരുന്നത് ഏത് പ്രിഫറൻസ് ഷെയർസ് ആണ്? ഏതാണ്? റീഡിബിൾ പ്രിഫറൻസ് ആണ് കേട്ടോ. റീഡിബിൾ പ്രിഫറൻസ് ആണ് ഫിക്സഡ് ഡേറ്റ് ഓഫ് മെച്യൂരിറ്റിയിൽ വരുന്നത്. ഓർത്ത് വയ്ക്കണേ.
ഇനി അടുത്തത് 28ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിട്ടുപോയ ഭാഗം പൂരിപ്പിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഡെബഞ്ചേഴ്സ് വിത്ത് നോ ഫിക്സഡ് ടൈം ഓഫ് റെഡംഷൻ ആർ കോൾഡ് ഡാഷ്. അതായത് അവിടെ തന്നിരിക്കുന്ന എന്താണ്, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതി കൊടുത്താൽ മതി കേട്ടോ. നോക്കിയ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്, അതായത് തിരിച്ചടവിന് നിശ്ചിത സമയമില്ലാത്ത ഡെബഞ്ചേഴ്സ്, അതിന് പറയുന്ന പേരെന്താണ്, ഇറിഡിബിൾ ഡെബഞ്ചർ എന്നാണ് അല്ലേ. അപ്പോൾ ഇറിഡിബിൾ ഡെബഞ്ചർ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യന്, ദ ഡെപ്പോസിറ്റ് റെസിപ്റ്റ്സ് വിച്ച് ആർ ഇഷ്യൂഡ് ബൈ എ USA ബേസ്ഡ് ബാങ്ക് ഫോർ ട്രേഡിംഗ് ഓൺലി ഇൻ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റ്സ് ആർ നോൺ ആസ് ഡാഷ്. അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റുകളിൽ മാത്രം വ്യാപാരം നടത്തുന്നതിന് വേണ്ടിയിട്ട് അമേരിക്കൻ ആസ്ഥാനമാക്കിയിട്ടുള്ള ബാങ്ക് പുറത്തിറക്കിയിട്ടുള്ള ആ ഒരു ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏത് പേരിലാണ്, അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് എന്നാണ് അല്ലേ, ADR എന്ന് നമ്മൾ പറയും, അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ്. ഓർത്ത് വയ്ക്കണേ. ഇനി അടുത്ത് 29ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 29ാമത്തെ ക്വസ്റ്റ്യന് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് എഴുതിയാൽ മാത്രം മതി. നോക്കിക്കേ, ബാങ്ക് ഇഷ്യൂ ക്രെഡിറ്റ് കാർഡ് ഓൺലി ടു ദോസ് ഇൻഡിവിജ്വൽസ് ഹു ഹാവ് എ ബാങ്ക് അക്കൗണ്ട്. അതായത് ഒരു ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകൾക്ക് മാത്രമേ ക്രെഡിറ്റ് കാർഡ് ബാങ്ക് നൽകത്തുള്ളൂ. ശരിയാണോ? അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ, ഫോൾസ് ആണ്. ഫോൾസ് എന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്കറിയാം ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് അക്കൗണ്ട് ഇല്ലാത്ത ആളുകൾക്കും കിട്ടാവുന്നതാണ് അല്ലേ. നമുക്കറിയാം വ്യക്തിയുടെ വരുമാനത്തെ അല്ലെങ്കിൽ ക്രെഡിറ്റ് സ്കോറിനെയൊക്കെ അടിസ്ഥാനമാക്കിയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ക്രെഡിറ്റ് കാർഡ് ലഭിക്കുന്നത്. ഇനി അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണ്. ഇനി അടുത്തത്, ഡെബിറ്റ് കാർഡ് ഈസ് ഇഷ്യൂഡ് ടു ഇൻഡിവിജ്വൽസ് ഹു ഡു നോട്ട് ഹാവ് എ ബാങ്ക് അക്കൗണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്ന ഡെബിറ്റ് കാർഡിനെ ബേസ് ചെയ്തത്, അതായത് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത വ്യക്തികൾക്ക് ഡെബിറ്റ് കാർഡ് നൽകുന്നു എന്ന്, അതാണോ? തെറ്റാണ് അല്ലേ, അത് ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. എന്തുകൊണ്ട്? നമുക്കറിയാം നമ്മുടെ ഡെബിറ്റ് കാർഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് നിർബന്ധിതമായിട്ടുള്ളൊരു കാര്യമാണ്. സോ അത് സെക്കൻഡ് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പം ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ബാങ്ക് അക്കൗണ്ട് നിർബന്ധമായിട്ടുള്ള കാര്യമല്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ കേസിനകത്ത് ഡെബിറ്റ് കാർഡ് ആണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും എന്താണ്, ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തവിടെ പറഞ്ഞിരിക്കുന്ന ഫുൾ ഫോം ആണ് ചോദിച്ചിട്ടുള്ളത്. ATM അറിയാലോ. ATMൻ്റെ ഫുൾ ഫോം എന്താണ്? ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. അറിയാവുന്നതല്ലേ, ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ എന്നാണ് കേട്ടോ, ടെല്ലർ മെഷീൻ. അതാണ് ATMൻ്റെ ഫുൾ ഫോം. ഇനി PIN, PIN, പിന്നിൻ്റെ എന്താണ് ഫുൾ ഫോം വരുന്നത്? പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ അല്ലേ. അതല്ലേ ഈ പറഞ്ഞ പിന്നിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്, ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്നാണ് കേട്ടോ, പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. ഓർത്ത് വയ്ക്കണേ, ATMൻ്റെ പിന്നിൻ്റെ ഫുൾ ഫോം ഓർത്ത് വയ്ക്കാം. അടുത്ത 31ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് ആർ സർവീസസ് ടു കൺസ്യൂമേഴ്സ് ഓർ ഹോൾസെയിലേഴ്സ് ബൈ എ റീറ്റെയിലർ. അതായത് നമുക്ക് റെഗുലർ സപ്ലൈ ഓഫ് ഗുഡ്സ്, മാർക്കറ്റ് ഇൻഫർമേഷൻ, ഇങ്ങനെ രണ്ട് കാര്യങ്ങളായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ആരുമായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ ഇത് ഏത് സർവീസസുമായിട്ട്, ആരുടെ സർവീസസുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് അവിടെ എഴുതി കൊടുക്കേണ്ടത് കേട്ടോ. റെഗുലർ സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ലേ, അതായത് സാധനങ്ങളുടെ ക്രമമായിട്ട് കറക്റ്റായിട്ട് റെഗുലർ ആയിട്ടുള്ള വിതരണം. ഇത് ആർക്കുള്ള സേവനമാണ്? സർവീസസ് ടു കൺസ്യൂമേഴ്സ് ആണ് അല്ലേ, സർവീസസ് ടു കൺസ്യൂമേഴ്സ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മാർക്കറ്റ് ഇൻഫോർമേഷൻ അല്ലേ. മാർക്കറ്റ് ഇൻഫർമേഷൻ ആർക്കുള്ള സേവനമാണ്? സർവീസസ് ടു ഹോൾസെയിലേഴ്സ് ആണ് അല്ലേ, സർവീസസ് ടു ഹോൾസെയിലേഴ്സ്. ഓർത്ത് വെച്ചോണേ, WHOLESALERS എന്നാണ് കേട്ടോ, ഹോൾസെയിലേഴ്സ്. അപ്പോൾ റെഗുലർ സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ സർവീസ് ടു കൺസ്യൂമേഴ്സ്. മാർക്കറ്റ് ഇൻഫർമേഷൻസ് നമ്മൾ കൊടുക്കുന്ന ആർക്കുള്ള സേവനമായിട്ടാണ്? ഹോൾസെയിലേഴ്സിനുള്ള സർവീസസുമായിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കാം. അടുത്തത് 32ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ വായിച്ച് നോക്കിയിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ഹോൾസെയിലർ ബിയർസ് ദ റിസ്ക് ഓഫ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂറിങ് സ്റ്റോറേജ്. സ്റ്റോറേജിൻ്റെ ടൈമിൽ ഉണ്ടാകുന്ന ആ ഒരു റിസ്ക് മൊത്തക്കച്ചവടക്കാർ മൊത്തത്തിൽ വഹിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്താണ്? ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ, ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. രണ്ടാമത്തെ, റീറ്റെയിൽ ട്രേഡ് ഈസ് നോർമലി ക്യാരിഡ് ഔട്ട് അറ്റ് സെൻട്രൽ പ്ലേസസ്. അതായത് റീറ്റെയിൽ ട്രേഡ് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ നമ്മൾ സെൻട്രൽ പ്ലേസസിലാണ് നടത്തപ്പെടുന്നതെന്ന്. അതാണോ? അല്ല അല്ലേ, അത് ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി അടുത്ത 33ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമുക്കവിടെ പറഞ്ഞിരിക്കുന്ന നെയിം ദ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദ ഫോളോയിങ് കേസസ്. താഴെ തന്നിരിക്കുന്ന സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ആ ഒരു കേസസ് വായിച്ച് നോക്കിയതിന് ശേഷം അതിനകത്ത് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഏതാ വരുന്നതെന്നുള്ളത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സെയിൽസ് ഓഫ് കാർസ് ബൈ മാരുതി ത്രൂ കമ്പനി അപ്രൂവ്ഡ് റീറ്റെയിലേഴ്സ്. അതായത് കമ്പനി അംഗീകരിച്ചിട്ടുള്ള റീറ്റെയിലർമാർ അവർ മുഖേന മാരുതി കാറുകൾ നമ്മൾ വിൽക്കുന്നു. അപ്പോൾ അതേതാണ് വരുന്നത്?
അത് ഏത് ചാനലാണ് വരുന്നത്? ഇൻഡയറക്റ്റ് ചാനലാണ് വരുന്നത് അല്ലേ? ഇൻഡയറക്റ്റ് ചാനലാണ് വരുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, മാനുഫാക്ചറർ എന്ത് ചെയ്യുന്നു? റീറ്റെയിലറുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അത് കൺസ്യൂമറിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇൻഡയറക്റ്റ് ചാനലാണെന്ന് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, ഇൻഡയറക്റ്റ് ചാനലാണ് വരുന്നത്. ഇനി അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണേ. ഒരു സെക്കൻഡ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. അതിൻ്റെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സെയിൽ ഓഫ് വാട്ടർ പ്യൂരിഫയേഴ്സ് ബൈ എ കമ്പനി ഡയറക്റ്റ്ലി ത്രൂ ദെയർ ഓൺ സ്റ്റേറ്റ് സ്റ്റാഫ്. അതായത് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു കമ്പനി അവരുടെ സ്വന്തം ജീവനക്കാർ മുഖേന നേരിട്ട് വാട്ടർ പ്യൂരിഫയറുകൾ വിൽക്കുകയാണ്. സോ അത് ഏത് ചാനലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഡയറക്റ്റ് ചാനലാണ് അല്ലേ? അതായത് കമ്പനി നേരിട്ട് കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഡയറക്റ്റ് ചാനലായിട്ട് വരും. മറ്റേത് മനസ്സിലായല്ലോ അല്ലേ? ഇൻഡയറക്റ്റ് ചാനലാവാൻ കാരണം എന്താണെന്നുള്ളത്, മാനുഫാക്ചറർ ഉണ്ട് അവിടെ, റീറ്റെയിലർ മുഖേന കൺസ്യൂമറിൽ എത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇൻഡയറക്റ്റ് ചാനൽ വരുന്നത്. സോ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് അവർ തന്നെ, കമ്പനി തന്നെ ഡയറക്റ്റ് വാട്ടർ പ്യൂരിഫയർ കൊടുക്കുന്നുണ്ട്. സോ ഡയറക്റ്റ് ചാനലായിട്ട് വരും കേട്ടോ. അടുത്തത് 34ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് എലമെൻറ്റ്സ് ഓഫ് പ്രൊമോഷൻ മിക്സ് ഈസ് ബീങ് റെഫേർഡ് ടു ഇൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് താഴെ പറയുന്ന പ്രസ്താവനകൾ നോക്കിയിട്ട് അതിൽ പ്രൊമോഷൻ മിക്സിലെ ഘടകങ്ങൾ, എന്തൊക്കെ ഘടകങ്ങളെയാണ് താഴെ സൂചിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി. ഇറ്റ് ഈസ് എ പെയ്ഡ് ഫോം ഓഫ് നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ബൈ ആൻ ഐഡൻറ്റിഫൈഡ് സ്പോൺസർ. അതായത് ഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള ഒരു സ്പോൺസർ മുഖേന നടത്തുന്ന, അതിൽ പണം നൽകി നടത്തുന്ന വ്യക്തിപരമല്ലാത്ത നോൺ പേഴ്സണൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഏതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് അതിൻ്റെ ആൻസർ? പരസ്യമാണ് അല്ലേ? അഡ്വർടൈസിങ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. ഇനി അടുത്തത്, ഇറ്റ് ഇൻക്ലൂഡ്സ് ടൂൾസ് ലൈക്ക് ഡയറക്റ്റ് മെയിൽ, ടെലിമാർക്കറ്റിംഗ്, ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ് എറ്റ്സെട്ര. അതായത് ഈ പറയുന്ന കാര്യത്തിനകത്ത് ഡയറക്റ്റ് മെയിൽ, അതായത് നേരിട്ടുള്ള മെയിൽ, ടെലിമാർക്കറ്റിംഗ്, ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ് ഇതെല്ലാം ഉൾപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഏതിനകത്താണ്? ഡയറക്റ്റ് മാർക്കറ്റിങ്ങിലാണ് കേട്ടോ. ഡയറക്റ്റ് മാർക്കറ്റിംഗ്. എൻ്റെ ആൻസർ ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്നുള്ളതാണ്, ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി അടുത്തത് 35ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതെന്താണ്? നമ്മൾ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫസ്റ്റ് വൺ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഷോർട്ട് ടൈം ആൻഡ് ടെമ്പററി ഇൻസെൻറ്റീവ്സ് ടു പർച്ചേസ് ഓർ ഇൻഡ്യൂസ് ട്രയൽസ് ഓഫ് ന്യൂ ഗുഡ്സ് അല്ലേ? എന്താണ്? സാധനങ്ങൾ വാങ്ങുന്നതിനോ അല്ലെങ്കിൽ പുതിയ ഉൽപ്പന്നങ്ങളൊക്കെ പരീക്ഷിക്കുന്നതിനോ അല്ലെങ്കിൽ അത് പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഹ്രസ്വകാലമായിട്ടുള്ളതും അല്ലേ, ഷോർട്ട് ടൈം ആയിട്ടുള്ളതും അതുള്ള ടെമ്പററി ഇൻസെൻറ്റീവ്സ് അല്ലേ, താൽക്കാലികവുമായിട്ടുള്ള ആനുകൂല്യങ്ങൾ, അതിന് പറയുന്ന പേരെന്താണ്? സെയിൽസ് പ്രൊമോഷൻ എന്നാണ് അല്ലേ? സെയിൽസ് പ്രൊമോഷൻ എന്നുള്ളതാണ്. ഓക്കെ, പ്രൊമോഷൻ. ഇനി അതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇറ്റ് ഈസ് എ ഡയറക്റ്റ് പ്രസൻറ്റേഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് ടു ദ കൺസ്യൂമർ ഓർ ടു ദ പെർസ്പെക്റ്റീവ് ബയർ. അതായത് ഒന്നുകിൽ ഉപഭോക്താവിനോ അതല്ലെങ്കിൽ വാങ്ങാനായിട്ട് സാധ്യതയുള്ള ആളുകളുണ്ടല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആ ഒരു പ്രൊഡക്റ്റ് നേരിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന ആ ഒരു രീതി, അതിനെ പറയുന്ന പേരെന്താണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഏതാണത്? പേഴ്സണൽ സെല്ലിംഗ് ആണ് അല്ലേ? അപ്പോൾ പേഴ്സണൽ സെല്ലിംഗ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, പേഴ്സണൽ സെല്ലിംഗ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത 36ാമത്തെ ക്വസ്റ്റ്യൻ, അത് നമ്മുടെ സെക്ഷൻ സിയിലേക്ക് വരികയാണ് കേട്ടോ. സെക്ഷൻ സിയിലെ ക്വസ്റ്റ്യൻസ് ആണ്. സോ നോക്കിക്കുക, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ്, ഈ പ്രാവശ്യം എക്സാമിന് ചോദിക്കുന്ന ഇതെല്ലാം കേട്ടോ. അഡ്വർടൈസിങ്, അതിൻ്റെ മെയിൻ പർപ്പസ് എന്താണെന്നുള്ളത് നോക്കി വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ പ്രൈസ് ഡിസ്കവറി എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളതൊന്ന് നോക്കി വയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട് കോൾ റേറ്റ് എന്ന് പറഞ്ഞ് എന്താണ് അർത്ഥമാക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ട് അത് നോക്കി വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാഫിങ്, ട്രെയിനിങ്, അതുപോലെ തന്നെ നമ്മുടെ ഡിഫൈൻ എ സ്മോൾ കമ്പനി അക്കോർഡിംഗ് ടു സെക്ഷൻ 2 of 85 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013. സ്മോൾ കമ്പനി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ പബ്ലിക് കമ്പനി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്. പിന്നെ എക്സ്റ്റേണൽ ട്രേഡ്, ഇൻറ്റേർണൽ ട്രേഡ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സ്മോൾ ഇൻഡസ്ട്രി സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലേ. പിന്നെ അതുപോലെ തന്നെ എക്സ്റ്റേണൽ ട്രേഡ് ഓൾറെഡി ഞാൻ പറഞ്ഞു. പിന്നെ ഗുഡ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് 3 എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ലീഡർഷിപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള 3 ബെനിഫിറ്റ്സ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. പിന്നെ അതുപോലെ തന്നെ പ്ലാനിങ്ങും കൺട്രോളിങ്ങും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ സിഗ്നിഫിക്കൻസ് ഓഫ് കോർഡിനേഷൻ അല്ലേ. പിന്നെന്താ 3 പോയിൻറ്റ്സ് ഓഫ് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാഫിംഗ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. പിന്നെന്താണ് ചോദിച്ചിരിക്കുന്നത്, ഇൻറ്റേർണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 ഡ്രോബാക്ക് ഓഫ് ആണോ ചോദിച്ചത്, ഡ്രോബാക്കാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഡ്രോബാക്ക് മാത്രമല്ല 2 അഡ്വാൻറ്റേജും ചോദിച്ചിട്ടുണ്ട്. 2 അഡ്വാൻറ്റേജസും 1 ഡ്രോബാക്ക് ഓഫ് ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. ഇനി അതേപോലെ തന്നെ അവിടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദ 2 ഇമ്പോർട്ടൻറ്റ് ലീഗൽ ഡോക്യുമെൻറ്റ്സ് ദാറ്റ് വൺ ഹാസ് ടു ഒബ്റ്റെയിൻ ടു സ്റ്റാർട്ട് ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ്.
പിന്നെ ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ്സിൻ്റെ വേരിയസ് ടൈപ്സ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ മാസ്ലോ ഹൈറാർക്കി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അഡ്വാൻറ്റേജ് ആണ്. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ലിമിറ്റേഷൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ 5 ഫാക്ടേഴ്സ് ദാറ്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ മൈൻഡ് വൈൽ ചൂസിങ് എ ഫോം ഓഫ് ബിസിനസ്. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെൽഫ് എംപ്ലോയ്മെൻറ്റ്. ഇത്രയാണ് ബിസിനസ് സ്റ്റഡീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് കേട്ടോ. ഷോർട്ടും വെരി ഷോർട്ടും എസ്സേ ടൈപ്പിൽ വരുന്നത്. ഇതിപ്പോൾ മലയാളത്തിൽ പറയാനായിട്ടൊന്നുമില്ല, എല്ലാം നിങ്ങൾക്ക് തന്നെ വായിക്കുമ്പോൾ തന്നെ കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് ഈ രീതിയിൽ വായിച്ചു പോയിരിക്കുന്നത്. സോ ഇതെല്ലാം നോക്കിയിട്ടു. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പോൾ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ 2025 ഒക്ടോബർ മാസത്തിൽ നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിൽ ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം നോക്കിയിട്ട് പോവുക. അതായത് എക്സ്റ്റേണൽ ട്രേഡ്, ഇന്റേണൽ ട്രേഡ് അല്ലേ, അതുപോലെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഒരു ഗുഡ് ലീഡർഷിപ്പിന് വേണ്ടിയിട്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ ഒരു ലീഡറിന് വേണ്ടിയിട്ടുള്ള ക്വാളിറ്റീസ് അല്ലേ, പിന്നെ സ്റ്റാഫിങ്, ഡയറക്റ്റിങ്, കൺട്രോളിങ്, ഇതെല്ലാം പഠിച്ചിട്ട് പോകണം. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് എല്ലാം നോക്കിയിട്ട് വേണം നാളത്തെ പരീക്ഷയ്ക്ക് പോകാനായിട്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ബിസിനസ് സ്റ്റഡീസിൻ്റെ പരീക്ഷ എഴുതുക. മുൻ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമ്മുടെ ചാനലിൽ തന്നെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മുടെ ചാനലിലുണ്ട്. അതൊക്കെ കണ്ടിട്ട് വേണം നാളത്തെ പരീക്ഷ എഴുതാനായിട്ട് പോകേണ്ടത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.